ഹലോ, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ എടുത്തെന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് പറഞ്ഞിരുന്നത്. അല്ലെ, അതിൽ ഇൻഡിവിജ്വലും പറഞ്ഞു, ക്ലാസ്സും പറഞ്ഞു, ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഏതൊക്കെയാണ് ഇതിലെ ക്ലാസ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു? ഒന്ന്, മൂവ്മെൻറ്റ്, അലൈൻമെൻറ്റ്, സ്റ്റൈല്, സ്പീഡ്, സ്കില്ല്, അങ്ങനെ കുറേ എക്സാമ്പിൾസ് പറഞ്ഞു. അതിനുശേഷം ഇന്നത്തെ വീഡിയോയിൽ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറയാൻ പോകുന്നത്. സോ ഇന്ന് നമുക്ക് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്യണം. അതേപോലെ തന്നെ എലമെന്റ് ഓഫ് എക്സിക്യൂഷൻ. ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇതൊന്നുമില്ല, ലിസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇതാണ് പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാ ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഒന്നാമത്തേത് പെൻ ലിഫ്റ്റ് ആണ്. അതായത് ദ റൈറ്റർ റിമൂവ്സ് ദ റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഫ്രം ദി പേപ്പർ. അല്ലേ, ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ബോൾ ഹിറ്റ് ദി വിൻഡോ എന്ന് എഴുതിയാൽ എത്ര തവണ ഞാൻ പെൻ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്? ഇവിടെ പെൻ ലിഫ്റ്റ് ചെയ്തു, അല്ലേ, ഇവിടെ പെൻ ലിഫ്റ്റ് ചെയ്തു. പക്ഷേ ഈ പെൻ ലിഫ്റ്റ് അധികം നോക്കുന്നത് നമ്മുടെ സിഗ്നേച്ചർ ഒക്കെ ഇടുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇതാണ് എൻ്റെ സിഗ്നേച്ചർ എന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ഫോർജ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കണ്ടോ, എത്ര തവണ പെൻ ലിഫ്റ്റ് ചെയ്തു? ഇവിടെ പെൻ ലിഫ്റ്റ് ചെയ്തു, ഇവിടെ പെൻ ലിഫ്റ്റ് ചെയ്തു. എക്സാമ്പിളായിട്ട് കൊടുത്തതാണ് ഈ രണ്ട് സിഗ്നേച്ചർ. ഇത് ഒറിജിനലാണ്, ഇത് ഫേക്ക് ആണ്. ഓക്കെ, ഈ ഒറിജിനൽ എന്തൊക്കെ കണ്ടോ? ഈ ഒരു എ എന്നുള്ള ഭാഗത്ത് നോക്കിയാൽ അതാണ് സൂം ചെയ്ത് കാണിച്ചത്. പെൻ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? പെൻ ലിഫ്റ്റ് ചെയ്തിട്ട് റീടച്ച് ചെയ്തിട്ടുണ്ട് അവിടെ, അല്ല, അവിടെ ഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പൊ ജെന്യൂൻ സിഗ്നേച്ചർ ആണെങ്കിൽ ഈ പറഞ്ഞ പെൻ ലിഫ്റ്റ് എന്താണ്, കാണാൻ സാധ്യതയില്ല. പക്ഷെ ഫോർജറി ആണെങ്കിൽ എന്താ, റീടച്ചിങ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പെൻ ലിഫ്റ്റ്. അതിൻ്റെ അടുത്ത് എന്താണ് കണക്ഷൻ സ്ട്രോക്സ് എന്ന് പറയുന്നത്? കണക്റ്റിംഗ് സ്ട്രോക്സ് എന്ന് പറയുന്നത് എ കണ്ടിന്യൂസ് ലൈൻ ജോയിനിങ് ടു അഡ്ജസ്റ്റന്റ് ലെറ്റേഴ്സ് ഓർ വേർഡ്സ് ഇൻ കേഴ്സീവ് റൈറ്റിംഗ് ആണ്. ഇറ്റ് ക്യാൻ ബി ആംഗുലർ, സ്ട്രെയിറ്റ്, കർവ്, ഷോർട്ട്, വൈറ്റ് സ്പേസ്ഡ് ആവാം, ഹെവി ആവാം, തിൻ ആവാം, ത്രെഡ് ലൈക്ക് ആവാം, ഷെയ്ഡഡ് ആവാം, പ്ലെയിൻ ആവാം. അതായത് രണ്ട് അഡ്ജസ്റ്റന്റ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ രണ്ട് അഡ്ജസ്റ്റന്റ് വേർഡ്സ് ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രോക്ക് ആണ്, അല്ല? ഇപ്പൊ ഞാൻ ഇതെന്റെ പേര് എഴുതുന്ന വിചാരിക്കുക, ഇങ്ങനെ എഴുതി. ഇത് ഈ സ്റ്റൈലാണോ? ഈ സ്റ്റൈല് രണ്ട് വ്യത്യാസമുണ്ട്. അതിനാണ് ഡിഫറെന്റ് സ്റ്റൈലും ഉദ്ദേശിച്ചത്. ഒന്ന് ഗാർലൻഡ് സ്റ്റൈല്, ഒന്ന് ആർക്കേഡ്, ഒന്ന് ആംഗിള്, ഒന്ന് ത്രെഡ്. അതെ, ഇതാണ് ഈ പറഞ്ഞ ത്രെഡ് ലൈല്. ആംഗിൾഡ് ആണെങ്കിലോ കണ്ടോ, ഇതാണ് ആംഗിൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി എന്തൊക്കെയാണെന്ന്. പിന്നെ അബ്രിവേഷൻസ്. അബ്രിവേഷൻസ്, റൈറ്റർ ബിഗിൻസ് ടു സിംപ്ലിഫൈ ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. ഇപ്പൊ നമ്മൾ ആൻഡ് എന്ന വാക്കിന് നമ്മൾ ഈ ഒരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്, അല്ലേ? ഓർ എന്ന വാക്കിന് നമ്മൾ സ്ലാഷ് യൂസ് ചെയ്യാറുണ്ട്, അല്ലേ? ഇപ്പൊ നോട്ട് മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അഡീഷൻ എന്ന വേർഡ് ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വേർഡൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് അബ്രിവേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിതം എന്നാണ് നോക്കുക. റിതം അതായത് റെഗുലാരിറ്റി ഇൻ കർവേച്ചർ ഓഫ് റൈറ്റിംഗ്. അതായത് ഒരു കൺസിസ്റ്റൻസി എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു ഫ്ലോ. അതായത് റൈറ്റിംഗിന്റെ ഒരു ഫ്ലോ, അതാണ് റിതം എന്ന് പറയുന്നത്, അല്ലെ? റിതം. ഇപ്പം ഹൈലി ഇല്ലിറ്ററേറ്റ് ആയ ആൾക്കാരാണെങ്കിലോ ഈ പറഞ്ഞ റിതം എന്തായിരിക്കും? കുറവായിരിക്കും, അല്ലെ? ഒരു ഫ്ലോ ഉണ്ടാവില്ല. ഇപ്പം ഈ എഴുതി നോക്ക്, ഇതിപ്പോ ഹൈലി നമുക്ക് എന്താണ്, ഒരു ഫ്ലോയിലാണ് എഴുതി പോണത്, അല്ലെ? ഇപ്പൊ ഇതൊരു 4G ശ്രമിച്ചാലോ കുറെ സ്ഥലത്ത് ഈ ഫ്ലോ ബ്രേക്ക് ആവും. അങ്ങനെയാണ് റിതം ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി അടുത്തത് സ്പേസിംഗ് എന്താണെന്നുള്ളതാണ്. എന്താണ് സ്പേസിംഗ്? ദ സ്പേസ് ബിറ്റ്വീൻ ലെറ്റേഴ്സ് ഓർ വേർഡ്സ് ഓർ ലൈൻസ്. കണ്ടോ, ബിറ്റ്വീൻ വേർഡ്സ് ആകുമ്പോൾ ഇവിടെ ഒരു സ്പേസ് വന്നു, അല്ലെ? ഇവിടെ ഒരു സ്പേസ് വന്നു, ഇവിടെ ഒരു സ്പേസ് വന്നു, അല്ലെ? ബിറ്റ്വീൻ വേർഡ്സ് ലൈൻസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്പേസ് വന്നു. അതായത് രണ്ട് വേർഡ്സ് അല്ലെങ്കിൽ രണ്ട് ലെറ്റർ തമ്മിൽ സ്പേസ്. ഇപ്പം കണ്ടോ, ഇങ്ങനെ ഒരാൾ എഴുതുക, ഇന്റർ വേർഡ് സ്പേസിംഗ് കുറഞ്ഞു, അല്ലെ? ഇത് സ്പേസേ ഇല്ല, കേഴ്സീവിൽ സ്പേസിംഗ് എന്ന സംഭവം ഇല്ല. ഓക്കെ, ഇതാണ് സ്പേസിംഗ് എന്ന് പറയുന്നത്. അത് ഇന്റർ വേർഡ് ആവാം, ഇന്റർ ലൈൻസ് ആവാം. ഇനി അടുത്തത് സ്ലാൻഡ് എന്താണെന്ന് നോക്കാം. സ്ലാൻഡ് അതായത് റൈറ്റിങ്ങിന്റെ മോഷൻ അല്ല, മോഷൻ നമുക്ക് വിളിക്കാം. ചിലവര് ഇത് ഇങ്ങനെ എഴുതാം. ആപ്പിൾ യൂസ് ചെയ്യുന്നത് എന്റെ പെട്ടെന്ന് ഞങ്ങൾക്ക് അത് വരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. ഇനി അടുത്തത് ലെഫ്റ്റിലാണെങ്കിലോ, ലെഫ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ റെയർ ആയിരിക്കുമല്ലോ ആൾക്കാർ. ലെഫ്റ്റ് ഹാൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ?
കുറവല്ലേ? അപ്പൊ എങ്ങനെ ചെയ്യാം? ഇത് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്ലാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർ എന്താണ് സ്ട്രെയിറ്റ് ആയിട്ടാണ് എഴുതുന്നത്, അല്ലേ? നമ്മളിപ്പം ഇങ്ങനല്ലേ എഴുതാം. കേഴ്സീവ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഫോം യൂസ് ചെയ്യുന്നത്, ഏത് റൈറ്റ് സ്ലാൻഡ് യൂസ് ചെയ്യുന്നത്. ബാക്കി ഒട്ടുമിക്ക ആൾക്കാർ സ്ട്രെയിറ്റ് ആണ് എഴുതുക. ഓക്കെ, പക്ഷെ ഇൻഡ്യൂഷ്യസ് ആക്കുന്ന ക്യാരക്ടർ ഏതാ? ഈ പറഞ്ഞ ലെഫ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ റെയർ ആയിട്ട് സംഭവിക്കുന്നത്. ഇതിനടുത്ത് എന്താണ് പെൻ പോസ്. പെൻ പോസ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ജെൽ പെന്നോ അല്ലെങ്കിൽ ബോൾ പോയിന്റ് പെന്നോ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ജെൽ പെൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മൾ പെന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെന്ന് റൈറ്റിംഗ് ആ റൈറ്റിംഗ് അങ്ങനെ ഒന്ന് കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ഒരു മാർക്ക് കാണും, അല്ലേ? ഇപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്ക് കാണാം. ഇതാണ് പെൻ പോസ് എന്ന് പറയുന്നത്. കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ? 1, 2, ഇതൊക്കെ എന്താണ് പെൻ പോസ്. അവിടെ ഒരു ഇങ്കിന്റെ ഒരു ഡെപ്പോസിഷൻ കാണാം കൂടുതൽ. അങ്ങനെയാണ് നമ്മൾ പെൻ പോസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി അടുത്തത് ഡയട്രിറ്റിക്സ് എന്താണെന്ന് നോക്കാം. അതായത് ഡോട്ടിംഗ് ഓഫ് ഐയും അതേപോലെ തന്നെ സ്ലാഷിംഗ് ഓഫ് ടി ആണ് ഡയട്രിറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഐ ചെയ്ത ഈ ഒരു ഫോമില, ഓക്കെ, ചിലവർ ഐ ചെയ്ത ഈ ഒരു ഫോമില, ചിലവര് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇതെന്താ? ഇതിന്റെ ഡോട്ടിങ് നോക്ക്, പല ഫോമില അല്ലേ? ഇതാണ് ഡോട്ടിംഗ് ഓഫ് ഐ എന്ന് പറയുന്നത്. സ്ലാഷിംഗ് ഓഫ് ടിയോ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലേ? ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, അല്ലേ? ഇതാണ് സ്ലാഷിംഗ് ഓഫ് ടിയും ഡോട്ടിംഗ് ഓഫ് ഐയും. ഇതാണ് ഡയട്രിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് റീട്രേസിംഗ്. ഗോയിങ് ബാക്ക് ഓവർ എ ഡിഫക്റ്റീവ് പോർഷൻ ഓഫ് എ റൈറ്റിംഗ് സ്റ്റോപ്പ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് വന്നു, അല്ലെങ്കിൽ ഞാനൊരു സിഗ്നേച്ചർ ഫോർജ് ചെയ്യണമെന്ന് വിചാരിക്കും. ഓക്കെ, ഒബാമയുടെ സിഗ്നേച്ചർ ഫോർജ് ചെയ്യാന്ന് വിചാരിക്കും. ഓക്കെ, ശരിക്കും ഒബാമയുടെ സിഗ്നേച്ചർ ഇതാണെന്ന് എക്സാമ്പിൾ വിചാരിക്കാം. ഓക്കെ, ഞാൻ ട്രേസ് ചെയ്യാണ്, അല്ലെങ്കിൽ കോപ്പി അടിക്കുകയാണ്. അപ്പൊ എന്താ, ഇവിടെയൊക്കെ ഗ്യാപ്പ് വന്നു, കുറെ ഗ്യാപ്പുകൾ വന്നു. അപ്പൊ ഞാനിത് ഫില്ല് ചെയ്യാൻ നോക്കുകയാണ്. അതെ, ഇതൊക്കെ ഫില്ല് ചെയ്യാൻ നോക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ ഞാൻ ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അതാണ് റീട്രേസ് എന്ന് പറയുന്നത്, അല്ല? ഡിഫക്റ്റീവ് പോർഷനെ ഒരു സ്ട്രോക്ക് വെച്ചിട്ട്, ഒരു പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അങ്ങ് ഫില്ല് ചെയ്യുക. ഇതാണ് റീട്രേസിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? നമ്മളിപ്പം എ എന്നുള്ള അക്ഷരം എഴുതി കഴിഞ്ഞാൽ അതിന്റെ മേളിലേക്കൂടെ എഴുതുന്നത് റീട്രേസിംഗ് ആണ്. ഓക്കെ, ഒരു ലെറ്ററിന്റെ മേളിലേക്കൂടെ എഴുതുന്നത് റീട്രേസിംഗ് ആണ്. ഇനി അടുത്തത് ഹെസിറ്റേഷൻ മാർക്ക് എന്താണെന്ന് നോക്കാം. ദ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് സ്ട്രോക്സ് ഇൻ എ ഫോർജറി ഷോ ഹെസിറ്റേഷൻസ് ത്രൂ ട്രമേഴ്സ് ആൻഡ് ലാക്ക് ഓഫ് ഫിനിഷ്. ഈ ട്രമേഴ്സ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ടുള്ള സ്ട്രോക്കിനെ വിളിക്കുന്ന പേര് തന്നെയാണ് ട്രമേഴ്സ്. അതായത് ഇപ്പൊ ചിലർ ഫോർജ് ചെയ്യുന്ന സമയത്ത് വിറച്ചിട്ടൊക്കെ എഴുതുമ്പോൾ ശരിക്കും ഇതാണ് സിഗ്നേച്ചർ, പക്ഷെ ഇതുണ്ടോ, ഇതാണ് ട്രമർ എന്ന് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇത് നമുക്കൊരു ഫ്ലോ ഇല്ല, അല്ലേ? ഈ എക്സാമ്പിൾ നോക്കി, ജോൺ സ്മിത്ത് എന്ന് എഴുതിയൊരു ഇതൊരു ഫേക്ക് സിഗ്നേച്ചർ ആണ്. നോക്ക്, ഇവിടെ കണ്ടോ കുറെ അഡീഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കണ്ടോ? കണ്ടോ, ഒരു ഒരു കൈ വിറച്ചിട്ട് സൈൻ ഇട്ട പോലെയാണ് ഇവിടെ ഉള്ളത്, അല്ലേ? അതാണ് ട്രമേഴ്സ് അല്ലെങ്കിൽ ഹെസിറ്റേഷൻ മാർക്സ് എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും വരില്ല. ഇതിപ്പം ഒരു ഇല്ലിറ്ററേറ്റ് ആയ ആൾക്കാർ അല്ലെങ്കിൽ എക്സ്പേർട്ട് അല്ല, ഫോർജറിയിൽ എക്സ്പേർട്ട് അല്ലാത്ത ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഫീച്ചേഴ്സ് കാണിക്കും. ഇവിടെയൊക്കെ എന്തുണ്ട്? ട്രമേഴ്സ് ഉണ്ട്, കണ്ടോ ഈ ഭാഗത്ത്. ഓക്കെ, ഇതിപ്പം ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ പെട്ടെന്ന് കുറച്ചും കൂടി ക്യാച്ചപ്പ് ചെയ്യും. ഇതാണ് ട്രമേഴ്സ് എന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്തത് എന്താണ് എംബലിഷ്മെന്റ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ സിഗ്നേച്ചർക്ക് ഇടുമ്പം ഒരുപാട് സ്റ്റൈലാകുന്ന ആൾക്കാരാണ്, അല്ലെ? പിക്ടോറിയൽ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. അതാണ് എംബലിഷ്മെന്റ് എന്ന് പറയുന്നത്. അഡീഷണൽ സ്ട്രോക്ക് ദാറ്റ് ഇസ് ആഡഡ് ടു എൻഹാൻസ് ദി പിക്ടോറിയൽ ക്വാളിറ്റി, അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മോസ്റ്റ്ലി സീൻ ഇൻ സിഗ്നേച്ചേഴ്സ്, അതേപോലെ തന്നെ ഡൺ ത്രൂ എക്സ്ട്രാ സ്റ്റോക്ക്. എക്സാമ്പിൾ ഇവിടെ തന്നെ ഉണ്ടത്, കണ്ടോ? ഇതൊക്കെ എന്താ? എംബലിഷ്മെന്റ്സാ. ഇപ്പം സൈൻ ഇടുമ്പോൾ കണ്ടോ, ഇതൊക്കെ എന്താണ്? എംബലിഷ്മെന്റാ. ഈ ഒരു അഡീഷണൽ സ്ട്രോക്ക് എഴുതാം, കണ്ടോ? ഈ കാണുന്നതൊക്കെ എംബലിഷ്മെന്റാ. കണ്ടോ, കുറച്ചൊരു ബ്യൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രോക്സ് ഒക്കെയാണ് എംബലിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താ? സ്പെല്ലിംഗ് ആണ്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതായത് സ്പെല്ലിംഗ് എങ്ങനെ റിലേറ്റ് ചെയ്യാം? നമ്മൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി ആയിട്ട് റിലേറ്റ് ചെയ്യാം, അല്ലെ? ഹൈലി ഇല്ലിറ്ററേറ്റ് ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടാവാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം?
ആളെ നമുക്ക് സസ്പെക്റ്റിനെ നമുക്ക് പ്രൊഫൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഫിഷ് എന്നിങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ ഗ്രാമാറ്റിക് മിസ്റ്റേക്കാണ് അല്ലേ? ഇത് ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾ മാത്രമേ ഇങ്ങനെ എഴുതുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് എന്താണ് കൺസിസ്റ്റൻസി, എന്താണ് പെർസിസ്റ്റൻസി? കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പ്രിസിഷൻ വിത്ത് വിച്ച് ദ ഹാബിറ്റ്സ് ആർ എക്സിക്യൂട്ടഡ് ഓൺ റിപ്പീറ്റഡ് ഒക്കേഷൻ. അതായത് ഒരു കണ്ടിന്യൂറ്റി ആണത്, കണ്ടിന്യൂറ്റി ആണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം സെയിം വേർഡ് തന്നെ പിടിക്കാം. ഈ ബോൾ എന്നുള്ള അക്ഷരം ഞാൻ ഇതേ സ്റ്റൈലിൽ ഇപ്പം എഴുതേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിലേക്കാണ് എഴുതുക. ഓക്കെ, ഒരു വേർഡ് ഇതേ സ്റ്റൈലായിരിക്കും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൺസിസ്റ്റന്റ്, അതായത് റിപ്പീറ്റഡ് ഒക്കേഷനിൽ ഈ ബോൾ ഞാൻ ഇതേ രീതിയിലായിരിക്കും എഴുതുന്നുണ്ടാവുക, ഇതേ സ്റ്റൈല്. പെർസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലെറ്റർ എടുത്തു, എഫ്. ഈ എഫ് ഞാൻ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ ആ എഫ് എല്ലാം ഈ രീതിയിലായിരിക്കും. ഓക്കെ, മാറില്ല. അതാണ് ഇത്. വേർഡിന്റെ കേസ് ആണെങ്കിൽ ഇതെന്താണ്, ഒരു ലെറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിന്റെ കേസ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഐക്ക് ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ ഇതെന്താ, പെർസിസ്റ്റൻസി ആണ്. ഈ ഐ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടത്തുള്ളൂ. ഇതെന്താ, പെർസിസ്റ്റൻസി ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് കൺസിസ്റ്റൻസിയും അതേപോലെ തന്നെ പെർസിസ്റ്റൻസി. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്. നമ്മൾ പഠിച്ച എല്ലാ ക്യാരക്ടേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. ഒന്നോ രണ്ടോ അഡീഷൻ ആയിട്ടുണ്ട്. ഓക്കെ, അതിന് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യണം. അതായത് എലമെന്റ് ഓഫ് സ്റ്റൈൽ ഏതൊക്കെയാണ്, എലമെന്റ് ഓഫ് എക്സിക്യൂഷൻ ഏതൊക്കെയാണ്, ആട്രിബ്യൂട്ട്സ് ഓഫ് റൈറ്റിംഗ് ഹാബിറ്റ്സ് ഏതൊക്കെയാണ്, കോമ്പിനേഷൻ ഓഫ് റൈറ്റിംഗ് ഹാബിറ്റ്സ് ഏതൊക്കെയാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത്. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഈ എലമെന്റ്സ് ഓഫ് എക്സിക്യൂഷൻ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് എലമെന്റ് ഓഫ് സ്റ്റൈൽ എന്തൊക്കെയാണ്? അറേഞ്ച്മെന്റ്. എന്താണ് അറേഞ്ച്മെന്റ്? സെയിം പറഞ്ഞ കാര്യമാണ്, എങ്ങനെയാണ് ലെറ്റർ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നുള്ളത്. ഓക്കെ, അടുത്തത് കണക്ഷൻ ആണ്. അതായത് രണ്ട് ലെറ്റർ തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ രണ്ട് വേർഡ് തമ്മിലുള്ള കണക്ഷൻ. കൺസ്ട്രക്ഷൻ, ഒരു ലെറ്റർ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം. പിന്നെ അടുത്തത് ഡിസൈൻ. സെയിം സിമിലർ ആണ്. ഡിസൈൻ, ഒരു ലെറ്ററിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നുള്ളത് അല്ലേ? പിന്നെ അടുത്ത ഡയമെൻഷൻ ഉദ്ദേശിച്ചത് സ്പേസ് ആണ്. ലെങ്ത്, ബ്രെഡ്ത്ത്, സ്പേസ്. അതാണ് ലെറ്ററിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, സ്പേസ് എത്രത്തോളം യൂസ് ചെയ്യുന്നുള്ളത്. സ്ലാൻഡ് ഞാൻ പറഞ്ഞു, ഇത് റൈറ്റ് ആവാം, ലെഫ്റ്റ് ആവാം, സ്ട്രെയിറ്റ് ആവാം. ഇനി അടുത്തത് ചോയ്സ് ഓഫ് അലോഗ്രാഫ്. ചോയ്സ് ഓഫ് അലോഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നിക്കൽ കേഴ്സീവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ, സ്ക്രിപ്റ്റഡ് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. ഇതാണ് അലോഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ ചോയ്സ്, റൈറ്റിംഗ് മെത്തേഡ്. ഇനി അടുത്ത എലമെന്റ്സ് ഓഫ് എക്സിക്യൂഷനിൽ ഏതൊക്കെയാ? അബ്രിവേഷൻസ് പറഞ്ഞിരുന്നു, അലൈൻമെന്റ് പറഞ്ഞിരുന്നു, കമൻസ്മെന്റ്. കമൻസ്മെന്റ് എന്താ, ഒരു ലെറ്റർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അല്ലേ? ഇപ്പൊ ബി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ചിലവർ ബി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് എംബലിഷ്മെന്റ്. എംബലിഷ്മെന്റ് നേരത്തെ പറഞ്ഞിരുന്നു, പിക്ചോറിയൽ എഫക്റ്റ് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എംബലിഷ്മെന്റ്, അഡീഷണൽ സ്ട്രോക്ക്. പിന്നെ ലൈൻ ക്വാളിറ്റി പറഞ്ഞിരുന്നു, ലൈൻ കണ്ടിന്യൂറ്റി പറഞ്ഞിരുന്നു, ഫ്ലോ ഓഫ് റൈറ്റിംഗ് ആണ്. പെൻ കൺട്രോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മളെ ഫ്ലോ ആണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റിംഗ് മൂവ്മെന്റ് പറഞ്ഞിരുന്നു, ഹാൻഡ്, ഹോളാം, റിസ്റ്റ്, ഫിംഗേഴ്സ് ഒക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ ആട്രിബ്യൂട്ട്സ് ഓഫ് റൈറ്റിംഗ് ഹാബിറ്റ്സിലോട്ട് വരുമ്പോൾ കൺസിസ്റ്റൻസി ആണ്, പെർസിസ്റ്റൻസി, നാച്ചുറൽ വേരിയേഷൻ, ഇത് മൂന്നും പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ കോമ്പിനേഷൻ ഓഫ് റൈറ്റിംഗ് ഹാബിറ്റ്സ് ആണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ കമ്പൈൻസ്മെന്റ് ഇല്ലേ റൈറ്റിംഗിൽ, അതിൽ കുറെ ടൈപ്പ് ഉണ്ട്. ലീനിയർ, സൂപ്പർ ലീനിയർ. അതായത് ഇതെന്താ, എ എന്ന അക്ഷരം എ ആണ്. സൂപ്പർ ലീനിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ബി എഴുതുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു അഡീഷണൽ സ്ട്രോക്ക് മേളിൽ വരും, കണ്ടോ, മേലോട്ട് വന്നു. ഇതാണ് സൂപ്പർ ലീനിയർ എന്ന് പറയുന്നത്. ഇനി ഇൻഫ്ര ഉണ്ട്, ഇൻഫ്രാ ലീനിയർ. നമ്മൾ ജി എന്നൊക്കെ എഴുതുമ്പോൾ ഈ താഴോട്ടേക്കായി സ്ട്രോക്ക് പോകുന്നത്, അതാണ് ഇൻഫ്രാ ലീനിയർ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് റിമെമ്പറേ ഉള്ളൂ, അല്ലാണ്ട് ഇമ്പോർട്ടന്റ് കാര്യമൊന്നുമല്ല. ഓക്കെ, അതിനുശേഷം കോമ്പിനേഷൻ ഓഫ് റൈറ്റിംഗ് ഹാബിറ്റ്സിൽ ലാറ്റർ എക്സ്പാൻഷൻ ഉണ്ട്, അതേപോലെ തന്നെ വേർഡ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഈ പറഞ്ഞ ലാറ്റർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് റേഞ്ച് ഫ്രം വിച്ച്, അതായത് ലെറ്റർ കോൺട്രാക്റ്റഡ് ആണോ എക്സ്പാൻഡഡ് ആണോ എന്നാണ്. അതായത് ഇപ്പം എ ഇങ്ങനെ എഴുതി, ചിലവർ എ ഇങ്ങനെ എഴുതാം അല്ലെ, സ്പേസ് കൂട്ടി എഴുതാം. ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ലെറ്റർ ഫോർമേഷൻ, അതായത് എത്രത്തോളം നമ്മൾ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ അടുത്തത് വേർഡ് പ്രോപ്പർട്ടീസ് സിമിലർ തന്നെയാണ്, വെർട്ടിക്കൽ ആണോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആണോ എന്നുള്ളത്. ഇതാണ് ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് സൈസ് അല്ലെങ്കിൽ സ്പേസ്, സൈസ് അല്ലെങ്കിൽ സ്പേസ്. അതായത് നമ്മൾ എത്രത്തോളം വലുപ്പത്തിൽ എഴുതുന്നു, എത്രത്തോളം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതാണ്. ഇതെന്താണ്, ലെറ്റർ ഫോർമേഷൻ ആണ് അല്ലെ. നല്ല രീതിയിൽ ഇത് ഇങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ എഴുതാം, കണ്ടോ. ഇതൊക്കെയാണ് ലെറ്റർ ഫോർമേഷനും അതേപോലെ തന്നെ അത് കോൺട്രാക്റ്റഡ് ആണോ എക്സ്പാൻഡഡ് ആണോ എന്നുള്ളത്.
ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.